ഹായ് ഓൾ വെൽക്കം ടു വൺസ്. സോ ചാറ്റ് വിത്ത് റിയൽ ലൈഫ് ഹീറോസിനെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു വെൽക്കം ഹെർ, ഡോക്ടർ ദീപ ജി നായർ. കറൻ്റ്ലി കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കൊച്ചിനിലെ പ്രൊഫസറാണ്. അതേപോലെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഡീൻ, MG യൂണിവേഴ്സിറ്റിയുടെ ഡീനാണ്. ഒരുപാട് പ്രൊഫഷണൽ ബോഡീസിൽ മെമ്പറാണ്. അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതെല്ലാം നമുക്ക് ഈ സെഷനിൽ ഓരോന്നായിട്ട് പറയാം. സോ എനിവേ ഐ എം വെൽക്കമിങ് മാം. വളരെ സന്തോഷം മാമിനൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയ അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം മാമിനെ പോലെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയതിൽ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാം ഇനീഷ്യലി BTech ചെയ്തു. 92 കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 95 MS കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 2006 PhD. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 22 കൊല്ലത്തൊരു ടീച്ചിങ്. അപ്പോൾ ആ ടീച്ചിങ് എന്തുകൊണ്ട് ആ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്തു എന്നുള്ളതെന്ന് വെച്ച് നമുക്ക് തുടങ്ങാം. അതെ, ഞാൻ ആക്ച്വലി 92 BTech ചെയ്തത് TKM-ലാണ്. ഞാൻ BTech-ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ടീച്ചിങ് പ്രൊഫഷനിലേക്കാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് BTech ആണെങ്കിൽ BTech-ൽ എന്ന് തന്നെ എൻജിനീയറിംഗ് സൈഡിലുള്ള ഒരു ടീച്ചിങ് എന്ന് വെച്ചാൽ ബേസിക്കലി ഞാനൊരു ടീച്ചർ ആവാനാണ് ആഗ്രഹിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സാണ്. എൻ്റെ അമ്മ ഹൈസ്കൂളിൽ കെമിസ്ട്രി ടീച്ചറായിരുന്നു. അച്ഛൻ കോളേജിൽ പ്രൊഫസറായിരുന്നു. ബോട്ടണി ആലപ്പുഴ ST കോളേജിൽ പ്രൊഫസറായിരുന്നു. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും ടീച്ചിങ്ങും കുട്ടികളോടുള്ള ഇൻറ്ററാക്ഷനും അതുമൊക്കെ കണ്ട് അതാണ് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് സൊസൈറ്റിയെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. അപ്പം കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എൻജിനീയറിങ്ങിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ കൊച്ചിലെ എല്ലാവരും ഡോക്ടർ ആവണം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു കാര്യം തോന്നിയിരുന്നെങ്കിൽ, ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു എടുത്തിരുന്നത്. അച്ഛൻ ബോട്ടണി ആയിരുന്നുകൊണ്ട് തന്നെ. അപ്പം ഞങ്ങൾ പ്രീ ഡിഗ്രി ആയിരുന്നു ആ സമയത്ത്. അപ്പം പക്ഷേ എൻജിനീയറിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും ഞാൻ മാത്സ് 4th ഓപ്ഷനിലായിട്ട് പഠിച്ചിട്ട് അങ്ങനെയാണ് പോയത്. എന്തായാലും ടീച്ചിങ് ആണ് ബേസിക്കലി. അതെ മാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ 92 BTech എന്ന് പറഞ്ഞാൽ 88 ജോയിൻ ചെയ്തു. അപ്പോൾ സിവിൽ എന്ന് പറഞ്ഞ ബ്രാഞ്ച് കൂടുതലും മെയിൽ മെക്ക് സിവിൽ എന്നൊക്കെ പറഞ്ഞ ആണുങ്ങൾ കൂടുതൽ പോകുന്ന ഒരു. അതെ, അതിന്റെ പുറകില് ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഏത് ബ്രാഞ്ച് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ അച്ഛന്റെ ബ്രദറിന്റെ മോന് സിവിലായിരുന്നു. എന്നെക്കാളും ഒരു 3 years എൽഡർ ആയിട്ടുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ CET-ൽ സിവിലിൽ ജോയിൻ ചെയ്തിരുന്നു. 2 ചേട്ടന്മാരാ, ഒരാൾ ഇലക്ട്രോണിക്സും ഒരാൾ സിവിലും. അപ്പൊ അവര് പറയുന്ന ഒരു ഇത് വെച്ചിട്ട് ഇലക്ട്രോണിക്സ് എനിക്ക് ഒട്ടും പറ്റുമെന്ന് തോന്നിയില്ല. അപ്പോൾ സിവിൽ ബിൽഡിങ്സ്, ബ്രിഡ്ജസ് അതിനെയൊക്കെ റിലേറ്റ് ചെയ്ത ഒരു വർക്കാണ്. അങ്ങനെ ഒരു ബേസിക് ഒരു ഇൻട്രസ്റ്റിലാണ്. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അന്ന് സിവിലാണ്. അപ്പോൾ എൻ്റെ റാങ്ക് ഒത്തിരി നല്ലതായിരുന്നു. ആ സമയത്ത് 700 സംതിങ് ആയിരുന്നു. അപ്പം വേറെ ബ്രാഞ്ച് ഏത് വേണമെങ്കിലും അപ്പോഴും സിവിൽ ലാസ്റ്റ് ഓപ്ഷൻ പോകുന്ന ഒരു ബ്രാഞ്ചാണ്. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് വെച്ച് തന്നെ സിവിലിലോട്ട് വന്നതാണ്. പിന്നെ BTech സിവിൽ കഴിഞ്ഞിട്ട് 1 year ഇൻഡസ്ട്രി. അതെ, അത് 92 അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഗേറ്റ് കോച്ചിങ്ങിന് പോകണോ സ്വന്തമായിട്ട് പഠിക്കുക. അപ്പം ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് ഞാൻ എൻട്രൻസിന് പഠിച്ചതും ബ്രില്യൻറ്റിൻ്റെ പിന്നെ എന്താ പറയുക നോട്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ അത് തന്നെ ആ ബ്രില്യൻറ്റിൻ്റെ നോട്ട്സ് തന്നെ ഞാൻ വരുത്തി ഗേറ്റ് കോച്ചിങ്ങിന് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ആ സമയത്ത് എൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ ആ ഗേറ്റ് 92 കഴിഞ്ഞ് 93 ജനുവരി ഗേറ്റ് എഴുതാൻ പറ്റിയില്ല. 93 ജനുവരിക്ക് വേണ്ടിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് മാരേജ് ആയതുകൊണ്ട് തൽക്കാലം കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. അപ്പം അപ്രന്റീസ്ഷിപ്പ് ചെയ്യാനായിട്ട് എനിക്ക് നിർമ്മിതി കേന്ദ്രയിൽ ഒരു അവസരം കിട്ടി. അങ്ങനെ നിർമ്മിതിയിൽ ജോയിൻ ചെയ്തു, അപ്രന്റീസ്ഷിപ്പ് ചെയ്തു. അപ്പോഴും എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം എന്നുള്ള ആ ഇൻട്രസ്റ്റാണ്. പക്ഷേ നമ്മൾ ആ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പം ഇപ്പം കുറച്ച് മാറ്റി വയ്ക്കാം, നമുക്ക് അതിലുള്ള ഒരു ത്രില്ല്. പിന്നെ നിർമ്മിതിയുടെ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ. അവിടെ നമ്മൾ ഒരു അപ്രൻറ്റീസ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്യുവാണെങ്കിലും നമ്മുടെ ഒരു ഹയർ ഒഫീഷ്യൽസ്, പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ്, ഹാബിറ്റാറ്റ് എഞ്ചിനീയേഴ്സ്, എല്ലാവരും അവർക്ക് ഒരു വോളണ്ടിയർ സർവീസ് പോലെയാണ് ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു സിവിൽ എഞ്ചിനീയറുടെ ഒരു മണി ഓറിയൻറ്റഡ് അതല്ല. അപ്പം അത് നിർമ്മിതിയിലുള്ള ആക്ടിവിറ്റി ശരിക്കും അതെനിക്ക് ഇത് നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡിന് പറ്റുന്നതാണ്. അതെ, അങ്ങനെയാണ് എന്ന് തോന്നി. അപ്പം നിർമ്മിതിയിൽ തന്നെ അവർ ഒരു പിന്നെ ബിറ്റ്സ് പിലാനി ആയിട്ട് ജോയിൻ ചെയ്തിട്ട് നിർമ്മിതി എൻജിനീയേഴ്സിന് വേണ്ടിയിട്ട്
അവർ MS സ്റ്റാർട്ട് ചെയ്തു, ഹാബിറ്റാറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതിലാണ് ഞാൻ MS ചെയ്തത്. അപ്പം നിർമ്മിതിയിലുള്ള എഞ്ചിനീയേഴ്സിന് അത് ആക്ച്വലി പിന്നെ 2 സെൻറ്റേഴ്സാണ്, ഒന്ന് ട്രിവാൻഡ്രം, ഒന്ന് തൃശ്ശൂർ. അപ്പോൾ ഇവിടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചേഴ്സ് വെച്ചിട്ട് ഡിസ്റ്റൻസ് ലേണിംഗ് അല്ല, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സ് അങ്ങനെ നിർമ്മിതിയുമായിട്ട് ജോയിൻ ചെയ്ത ഒരു ടൈപ്പിൽ ബിറ്റ്സിൻ്റെ. അപ്പോൾ മിസ് ഇങ്ങനെ ആലോചിച്ചായിരുന്നു M.Tech വേണോ MS? അങ്ങനെ ആലോചിച്ചില്ല. ഞാൻ എൻ്റെ ടോപ്പിക്കിനെ പറ്റിയായിരുന്നു. ഹയർ സ്റ്റഡീസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നെനിക്ക് B.Tech കഴിഞ്ഞപ്പം വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഏതിലേക്കാണ് സ്പെഷ്യലൈസേഷൻ പോകേണ്ടതെന്ന്. പക്ഷേ നിർമ്മിതിയിൽ വന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പം നിർമ്മിതി കൂടുതലും ബിൽഡിങ്സ് ഫോർ ഹരിജൻസ് അതുപോലെയുള്ള വീടുകളാണ്. അപ്പോൾ ഹൗസിങ്ങിലേക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു. എങ്ങനെ പാവപ്പെട്ട ആൾക്കാരുടെ വീടുകൾ എങ്ങനെ കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കാം, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആക്കാം, അതാണ് ബേസിക്കലി. അപ്പം ഞാൻ വിചാരിച്ചു നിർമ്മിതിയിൽ തന്നെയുള്ള ഈ കോഴ്സും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അപ്പം പിന്നെ ഞാൻ എൻട്രൻസ് ഗേറ്റിലോട്ട് പിന്നെ പോയില്ല ആക്ച്വലി. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ യൂട്ടിലൈസ് ചെയ്ത് അത് ബിറ്റ്സിന്റെ ഒരു ഇതൂടെ ആയതുകൊണ്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ MS ചെയ്യുമായിരുന്നു. അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അതെ, അപ്രന്റീഷിപ്പ് 1 ഇയർ കഴിയും. അത് കഴിഞ്ഞ് അപ്രന്റീഷിപ്പിന് അതിന് വർക്ക് ചെയ്തു. പിന്നെ അവിടെ തന്നെ ജോയിൻ ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം എന്നുമുണ്ട്. നമുക്കൊരു ബോണ്ട് പോലെയുണ്ട്. പക്ഷേ ഒരു ബാക്കിയുള്ള ഒരു 2 ഇയേഴ്സ് എങ്ങാണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ടാണോ മാം കുസാറ്റിലേക്ക്? അതെ, അപ്പൊ 99 ആക്ച്വലി അതിന് ഒരു കാര്യമുണ്ട്. നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു വർക്ക് നിർമ്മിതി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാം, ഒരു അതിഥി ഭവൻ ബിൽഡിംഗ്, ഒരു എക്സ്പോസ് ബ്രിക്ക് വർക്ക് ഒക്കെ ഉള്ള 2 ബിൽഡിങ്സ്. അതിലൊരു ബിൽഡിംഗ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ അവിടെയല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ അടുത്തായിട്ട്. അപ്പം ആ ബിൽഡിങ് പ്ലാസ്റ്റർ ചെയ്തു. ഒരു ബിൽഡിംഗ് പ്ലാസ്റ്റർ ചെയ്തു, ഒരു ബിൽഡിംഗ് പ്ലാസ്റ്റർ ചെയ്യാതെ. ആക്ച്വലി ഞാൻ ആ വർക്കിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ വരുമ്പം എനിക്ക് പിന്നെയും എൻ്റെ ടീച്ചിങ്, അയ്യോ ഞാൻ ഇവിടെ തന്നെ ആയിപ്പോയ ഇൻഡസ്ട്രി തന്നെ ആയി, എനിക്ക് പിന്നെയും ടീച്ചിങ്ങിലേക്ക് വരണമല്ലോ. അപ്പോഴാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഫാക്കൽറ്റി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ കണ്ടത്. അപ്പം അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ 99 ജോയിൻ ചെയ്തു. 99 നവംബറിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് PhD? അതെ അതെ, അത് കഴിഞ്ഞിട്ട് 99 ജോയിൻ ചെയ്തു. അപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത മിക്കവാറും ടീച്ചേഴ്സിന് PhD ഉണ്ടായിരുന്നില്ല. 1-2 പേർക്കൊക്കെ PhD ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ B.Tech ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2001 ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഒരു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും നെതർലൻഡ്സിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ ഒരു ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാം, ഒരു ഇതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം പോലെ. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ യൂണിവേഴ്സിറ്റി ആദ്യമേ പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് അവർ ചോദിച്ചു, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്തു, കുറച്ച് പേര് അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ സെലക്റ്റഡ് ആയി. അപ്പം അതിന് ആദ്യം നവംബർ 2002 നമ്മൾ പോയൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യണം. 3 മന്ത്സിലേക്ക് നെതർലൻഡ്സിൽ പോയി. അപ്പം ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യണം. ആ പ്രപ്പോസലിനെ അവർ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ PhD there. അപ്പം അതൊരു സാൻഡ്വിച്ച് പ്രോഗ്രാം പോലെ. അപ്പൊ എനിക്ക് എൻ്റെ ഫാമിലിയെ വിട്ട് 4 ഇയേഴ്സ് എവിടെയെങ്കിലും പോയി താമസിക്കുന്നു, അതുമൊക്കെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമായിരുന്നു. ഇവിടെ നമുക്ക് QIP വന്നു. അപ്പം നമുക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യാം. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം IITസിലും പോയി ചെയ്യാം. പക്ഷേ 4 ഇയേഴ്സ് കണ്ടിന്യൂസ്ലി പോകുന്നത് എനിക്ക് ഒരു പ്രയാസം തോന്നിയ സമയത്താണ് ഇത് വന്നത്. ഇതൊരു സാൻഡ്വിച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 6 months of a year you will be working there and rest 6 months you will be here. അപ്പം ഞാൻ വിചാരിച്ചു ഒരു നല്ല എക്സ്പോഷറും കിട്ടും, നമുക്ക് ഇവിടെ ചെയ്യുകയും ചെയ്യാം, നമുക്ക് തിരിച്ച് ഫാമിലിയുടെ കൂടെ ജോയിൻ ചെയ്യാനും പറ്റും. അങ്ങനെ ആദ്യം 3 മന്ത്സിലേക്ക് 2002 ഓഗസ്റ്റിൽ ഞാൻ പോയി. ഓഗസ്റ്റ് ടു നവംബർ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തു. അവർ അക്സെപ്റ്റ് ചെയ്തു. ആ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നിർമ്മിതി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കൂടുതലും ആക്ച്വലി വർക്ക് ചെയ്തൊരു മെയിൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഫോർ ഹരിജൻസ് എന്ന് പറഞ്ഞാൽ ആലുവ മുനിസിപ്പാലിറ്റിയുടെ കുറച്ച് ആൾക്കാരുടെ വീടാണ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അപ്പോഴാണ് ശരിക്കും ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ ഉള്ള ചെറുപ്പകാലത്തെ ജീവിതത്തിലും ശരിയായ ലൈഫ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞ് ഈ വീഡിയോകളൊക്കെ ചെയ്യാൻ പോകുമ്പോഴാണ് ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ഒരു ലൈഫ് സിറ്റുവേഷനും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചപ്പോഴേ എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത്രയും അധികം ഹൗസിംഗ് സ്കീംസ് കൊടുത്തിട്ടും ഒരിക്കലും ഇവിടുത്തെ ഹൗസിംഗ് ഷോർട്ടേജ്
ഇതാവുന്നില്ല. അതുകൊണ്ട് ഹൗസിങ്ങിൽ തന്നെ ചെയ്യാം, PhD ചെയ്യാം. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പം ശരിക്കും ആ ഒരു പ്രോജക്റ്റ് തന്നെ എൻ്റെ PhD തീസിസ് സസ്റ്റൈനബിൾ അഫോർഡബിൾ ഹൗസിംഗ് ഫോർ ദ പുവർ ഇൻ കേരള എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ടെക്നോളജി സൈഡിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ പോളിസി മാത്രമല്ല, മെറ്റീരിയൽസ്, ഇനി ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് ഫോർ കൺസ്ട്രക്ഷൻ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പം സിമെൻറ്റ് ഈസ് എ മാൻഡേറ്ററി മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ. എല്ലായിടത്തും സിമെൻറ്റ് ഇല്ലാതെ പറ്റൂല. പക്ഷേ സിമെൻറ്റ് മാനുഫാക്ചർ ഈസ് ഹൈലി റിസോഴ്സ് ഇൻറ്റൻസീവ്. 1 കിലോഗ്രാം ഓഫ് സിമെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ 1 കിലോഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പം അത്രയും അധികം എൻവയോൺമെൻ്റലി പൊല്യൂട്ടിങ് ആണ്. അപ്പം നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ അതും എക്സ്പെൻസീവ് ആണ്, അതിൻ്റെ കോസ്റ്റും കൂടുതലാണ്. പല വർക്കുകളുടെയും ക്വാളിറ്റി പോകുന്നത് തന്നെ സിമെൻറ്റ് കുറച്ച് ചെയ്തു. അപ്പം നമുക്ക് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽ അഫോർഡബിൾ ആയിട്ടുള്ളത് ചെയ്യാമോ? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് റൈസസ് ക്യാഷ് പുസലോന എന്ന് പറഞ്ഞിട്ട്. റൈസസ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമിക്കരി തന്നെയാണ്. ഉമിക്കരി ആക്ച്വലി അതിനെ കൺട്രോൾഡ് ബേൺ കണ്ടീഷൻ, വെറുതെ കത്തിക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ അടുപ്പുകൾ കത്തിക്കാൻ വീടുകളിൽ ഉപയോഗിച്ചിരുന്നു നമ്മൾ. അപ്പം അത് ഒരു കൺട്രോളില്ല. അൺകൺട്രോൾഡ് ബേണിങ്ങിൽ അത് നമ്മൾ കാണുന്ന എന്താ, ഉമിക്കരി കറുത്ത കളറിൽ ഒരു ക്രിസ്റ്റലൈൻ ഫോമിൽ, അത് റിയാക്റ്റീവ് അല്ല. ഇപ്പം അതൊരു കൺട്രോൾഡ് ബേണിങ്ങിൽ അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാർബണിനെ ഒരു 12% കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതൊരു അമോർഫസ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനൊരു റിയാക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അത് പിന്നെ അതിനൊരു സിമെൻറ്റേഷ്യസ് പ്രോപ്പർട്ടി വരും ഇഫ് ഇറ്റ് ഈസ് എയ്തർ മിക്സ് വിത്ത് ലൈം ഓർ സിമെൻറ്റ് എന്ന് വെച്ചാൽ പാർഷ്യൽ സിമെൻറ്റ് റീപ്ലേസ്മെൻറ്റ്. അങ്ങനെ അതിലാണ് എൻ്റെ റിസർച്ച് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ഉദ്ദേശം പിന്നെ ലോക്കലി ഈ റൂറൽ ഏരിയയിലെ ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അവരുടെ വീട്ടിൽ തന്നെ. അപ്പം അതിനായിട്ടൊരു അറേഞ്ച്മെൻറ്റ്, ഒരു ബേണിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ അതെല്ലാം ഞാൻ ഇവിടെ ചെയ്തു. എൻ്റെ വീട്ടിൽ തന്നെ അറേഞ്ച്മെൻറ്റ്, പല അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് ആഷ് ഉണ്ടാക്കി അത് നെതർലൻഡ്സിലേക്ക് പോയി അവിടെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അവിടെ ചെയ്തു. അപ്പം ഇവിടെ ഒരു 6 months ഉള്ളപ്പം ആരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? എനിക്കൊരു പ്രൊഫസർ വേണമായിരുന്നു. അപ്പം ഞാൻ ഈ ഫീൽഡിൽ സെർച്ച് ചെയ്തപ്പം IISc ബാംഗ്ലൂർ പ്രൊഫസർ ജഗദീഷ് സാറാണ് അപ്രോപ്രിയേറ്റ് ടെക്നോളജിയിൽ ഇന്ത്യയിലെ ഏറ്റവും മുകളിലുള്ള ആൾ. അപ്പം അദ്ദേഹത്തിൻ്റെ പേപ്പേഴ്സൊക്കെ വായിച്ചപ്പം എനിക്ക് ഞാൻ ഏത് മെറ്റീരിയലാണെന്നൊന്നും സെലക്ട് ചെയ്തില്ല. ഈ റൈസസ് ക്യാഷ് എന്നുള്ളത് ഞാൻ വായിച്ചത് വെച്ചിട്ട് അതിൽ തന്നെ ചെയ്യണം എന്നാലോചിച്ച് സെർച്ച് ചെയ്തപ്പം അങ്ങനെ എൻ്റെ പ്രൊഫസറെ കണ്ടുപിടിക്കാൻ പറ്റി. സാർ ആക്ച്വലി റിട്ടയർ ചെയ്തിരുന്നു, പക്ഷേ എമിറേറ്റസ് പ്രൊഫസർ ആയിരുന്നു. അപ്പം ഞാൻ ഇവിടെ വരുന്ന 6 months കുറച്ച് നാൾ സാറ് റിട്ടയർ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ ലാബിൽ വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പം സാർ പറഞ്ഞു സാറിൻ്റെ ഗൈഡൻസ് തരാം, വർക്ക് ചെയ്യുന്ന ചെയ്യൂ. അപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഏകലവ്യൻ്റെ കഥയൊക്കെ ഇല്ലേ, നമ്മൾ ദ്രോണാചാര്യർ പറഞ്ഞ പോലെ അതേപോലെ ഒരു ഹെൽപ്പാണ്. ശരിക്കും അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എൻ്റെ PhD എന്ന് പറയുന്നത് തന്നെ എനിക്കതൊരു കിട്ടിയ, നമ്മൾ ഓരോ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നതിൽ നിന്ന് അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഹെൽപ്പ് എന്ന് വെച്ചാൽ ആ സമയത്ത് വീട്ടിൽ നിന്ന് പോവുക എന്ന് പറയുമ്പം എൻ്റെ മൂത്ത മോന് 2nd standard പഠിക്കുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അത് കഴിഞ്ഞ് PhD കുസാറ്റില് ജോയിൻ ചെയ്തു, പിന്നെ PhD. ഇത് എല്ലാത്തിലും ഫാമിലി സപ്പോർട്ട് നന്നായിട്ട് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആ സമയത്ത് അപ്പോളോ ടൈസിൽ വർക്ക് ചെയ്യുമായിരുന്നു. മോന് മൂത്ത ആള് ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ MS ചെയ്തത്. രണ്ടാമത് PhDക്ക് പോകുന്നത് 2002 മൂത്ത മോൻ 2nd standard ആണ്. രണ്ടാമത്തെ മോന് 1.25 വയസ്സേ ഉള്ളൂ. അപ്പം എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ട്, അവർ ആലപ്പുഴയാണ്. അപ്പം ഇളയാളെ പേരൻസിൻ്റെ കൂടെ ആക്കി മൂത്ത മോനെ നോക്കാനായിട്ട് ഹസ്ബൻഡിൻ്റെ പേരൻസ് ഇങ്ങോട്ട് വന്നു. അപ്പം അങ്ങനെ എന്തായാലും 6 months കഴിഞ്ഞ് തിരിച്ചു വരും എന്നൊരു ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഈ സാൻഡ്വിച്ച് PhD ആയതുകൊണ്ട്. ഹസ്ബൻഡിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു എന്തായാലും ഫാമിലിയുടെ സപ്പോർട്ട് തന്നെ. അതുകൊണ്ട് എൻ്റെ PhD തീസിസിൽ എൻ്റെ തീസിസ് ഡെഡിക്കേറ്റഡ് ടു ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള പോലെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊരു രാജ്യത്ത് ഇപ്പോൾ ഒത്തിരി പേര് പോകുന്നുണ്ട്, ഒത്തിരി കുട്ടികൾ ആരും അങ്ങനെ പുറത്തു പോയിട്ടില്ല. അപ്പം അതിൽ നിന്ന് കാണുന്ന വ്യത്യാസം, ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യുമ്പോഴും അവിടെ ഓരോ കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യുമ്പോഴും, ഇവിടെ ഞാനൊരു കോളേജിലെ ഫാക്കൽറ്റിയാണ്, പക്ഷെ ഇവിടെ കിട്ടാത്ത എത്രത്തോളം എക്സ്പോഷർ എനിക്ക് അവിടെ കിട്ടി. ഒത്തിരി വലിയ ആൾക്കാരുടെ ടോക്ക് കേൾക്കാൻ പറ്റുന്നു, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു, കോൺഫറൻസസ്, അതൊന്നും അത്രയ്ക്ക് ഇവിടെ വിസിബിൾ ആയിരുന്നില്ല. പിന്നെ അതിനേക്കാളും കൂടുതൽ
നമ്മൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യം നമുക്ക് റിസർച്ച് പേപ്പേഴ്സ് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മിക്കവാറും പെയ്ഡ് ജേർണൽസാണ്. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കുറേ പെയ്ഡ് ജേർണൽസ് കിട്ടും, പക്ഷേ നമ്മൾ സെർച്ച് ചെയ്ത് വരുമ്പം മിക്കവാറും ചിലതൊന്നും പറ്റൂല, ചില കോഡുകളൊന്നും നമുക്ക് കിട്ടില്ല. അതെല്ലാം അതിനൊന്നും ഒരു ഇതുമില്ല, നമുക്ക് എന്ത് വേണേ, എവറിത്തിങ് ഈസ് ഓപ്പൺ ടു യു. അതൊരു ശരിക്കും അതെല്ലാം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കൊരു ബ്ലെസ്സിങ് പോലെ എൻ്റെ വഴി അങ്ങനെ ഓപ്പൺ ആയി. നമ്മൾ മൂവ് ചെയ്താൽ മതി. അതെ അതെ, അതങ്ങനെ ഒരു നല്ല ഹെൽപ്പായിരുന്നു. പിന്നെ ഇതില് കുസാറ്റില് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസിൽ മിസ് ഇൻവോൾവ് ആയിരുന്നു. അതെ, അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് 2002 to 2006 ആയിരുന്നു PhD. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഉള്ള മെയിൻ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറി. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ കാണുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വലി ആ കാണുന്നത്. ഈവൻ മാമെന്നോ സാറെന്നോ പോലെ, അത് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറാണ്, വിളിക്കുന്നില്ല, ഫ്രണ്ട്സിനെ പോലെ ആണെങ്കിലും അവർ ആ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പ്രൊഫസറെ അപ്രോച്ച് ചെയ്യാനും, നേരത്തെ അപ്പോയിൻമെന്റ് വാങ്ങണം എന്നേ ഉള്ളൂ, പെട്ടെന്ന് കയറി കാണാൻ പറ്റൂല. പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റുഡൻസിനോടുള്ള കമ്മിറ്റ്മെന്റ് പോരാ എന്ന് തോന്നി. അതൊരു പിന്നെ ഞാൻ തിരിച്ചു വന്ന് 2006 തിരിച്ചു വന്നപ്പോൾ തന്നെ ഒരു ബിടെക് ബാച്ചിൻ്റെ സ്റ്റാഫ് അഡ്വൈസർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പോഷർ കുട്ടികളോട് ഇത് ചെയ്യാനും, അവരിൽ കുറച്ച് പേരൊക്കെ തന്നെ പുറത്ത് പഠിക്കാൻ പോവുകയും ആ ഫൈനൽ ഇയർ ബാച്ചിലുണ്ടായിരുന്നവരും അങ്ങനെ പിള്ളേർക്ക് കുറച്ചുകൂടെ ഒരു നമ്മൾ പോയത് കൊണ്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. തന്നെ പിടിച്ചു നിർത്തിയത് എന്താ? നമുക്ക് ബോണ്ട് ഉണ്ടായിരുന്നു, 4 years ബോണ്ട് ഉണ്ടായിരുന്നു. 4 years ആണ് ലീവ് തന്നത് 2002. അപ്പോൾ ആ 2002 ഇത് സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഇത് 4 yearsലേക്കുള്ള കമ്മിറ്റ്മെൻറ്റാണ് വരുന്നത്, 2002 തൊട്ട് 2006 വരെ. അപ്പം നമുക്ക് അവർ ലീവ് തന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആക്ച്വലി അതൊരു ലോസ് ഓഫ് പേ ലീവാണ്, പക്ഷേ പ്രൊട്ടക്ടിങ് ഓൾ യുവർ സർവീസ് ബെനിഫിറ്റ്സ്. അപ്പം നമുക്ക് അവിടെ ചെന്നാൽ അവിടെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ആണ് തരുന്നത്. അപ്പം 4 വർഷത്തെ സാലറി ഞാൻ വേണ്ടെന്ന് വെച്ചു, പക്ഷേ അവിടെ പോകാനുള്ള ഫ്ലൈറ്റ് ചാർജസും അവിടെയുള്ള ലിവിങ് എക്സ്പെൻസും ആ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഫിനാൻഷ്യലി വലിയ പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള പോലെ. റീസെന്റ് ഒരുപാട് പുതിയ ആക്ടിവിറ്റീസ് മിസ് തുടങ്ങി എന്നൊക്കെ കേട്ടു, അതിനെപ്പറ്റി? അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ തിരിച്ചു വന്ന് പിന്നെ മെയിനായിട്ട് യൂണിവേഴ്സിറ്റി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയപ്പോൾ തന്നെ കുട്ടികളുടെ പല പല കാര്യങ്ങൾ പല പീരീഡിലായിട്ട് ചെയ്ത ഇതാണ്. ഇപ്പോഴുള്ള ആക്ടിവിറ്റി എന്ന് പറയുമ്പം സ്റ്റുഡൻറ് എംപവർമെൻറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ് എംപവർമെൻറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡൻറ് എംപവർമെൻറ്റ് കമ്മിറ്റിയാണ് കുട്ടികളുടെ പല റെമഡിയൽ ക്ലാസ്സസ്, അങ്ങനെ അതുപോലെ എന്തെങ്കിലും ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ആ കാര്യങ്ങളെല്ലാം സ്റ്റുഡൻസ് എംപവർമെൻറ്റ് മെയിൻലി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റി മെയിനായിട്ട് സ്റ്റുഡൻറ് എംപവർമെൻ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു 2015 ആയപ്പം അതിൻ്റെ കൺവീനറായി സ്റ്റുഡൻറ്. പിന്നെ കണ്ടിന്യൂസ്ലി അങ്ങനെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 2018 തൊട്ട് ഗേറ്റിന്റെ ഒരു ചാർജ്, അപ്പോഴാണല്ലോ നമ്മൾ പരിചയപ്പെട്ടത്. അതെ, ടെക് ഫണ്ടിങ് വന്നപ്പം ഒരു ഗേറ്റിന്റെ ഒരു കൺവീനർ കൂടെ വേണം. അപ്പൊ സ്റ്റുഡന്റ് എംപവർമെന്റ് കമ്മിറ്റിയുടെ പാർട്ടാവാൻ പറ്റില്ല, അത് വേറൊരു കമ്മിറ്റി ആയിട്ട് വന്നപ്പോഴും ആ ഗേറ്റിന്റെ ആ ചാർജും എനിക്കായിരുന്നു. നമ്മൾ വൺസ് ഗേറ്റിന്റെ കോച്ചിങ് കുസാറ്റിൽ വന്ന് ചെയ്യാനും അവിടെ അത് മീൻസ് മിസ് ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ പിള്ളേർക്ക് കോച്ചിങ് കൊടുക്കണം, ക്ലാസ് കൊടുക്കണം, നല്ല ക്ലാസ് കൊടുക്കണം എന്നൊക്കെ രീതിയിൽ മിസ് ഒരുപാട് നമുക്ക് ഒരു ഊർജ്ജം തരുമായിരുന്നു കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കാൻ വേണ്ടി. ആ ഒരു ടൈം തൊട്ട് അത് നല്ലൊരു ഓർമ്മയാണ് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ഫിനാൻഷ്യൽ ഇതിൽ നിന്നൊന്നും വരുന്ന കുട്ടികളല്ല. അപ്പം നമ്മൾ ഗേറ്റ് കോച്ചിങ്ങിനെ പറ്റി ആലോചിച്ചപ്പം ടെക് ഫണ്ടിങ് ഉണ്ടെങ്കിൽ പോലും അവർ കുറച്ച് ലിസ്റ്റ് ഓഫ് എംപാനൽ മെമ്പേഴ്സ് തന്നു. അപ്പം നമ്മളവിടെ കൊട്ടേഷൻ വിളിക്കാൻ നോക്കുമ്പം അവരുടെ അത്രയ്ക്കൊന്നും നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടെക്കിപ്പിൽ നിന്ന് കിട്ടുന്നില്ല. കുട്ടികളുടെ സൈഡിൽ നിന്ന് നമുക്ക് പൈസ വാങ്ങാനും പറ്റില്ല. അങ്ങനെ ആലോചിച്ച് നടത്തിയ ഒരു സെർച്ചിലാണ് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അതെന്തായാലും നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. കുട്ടികൾക്കും നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. ഒരുപാട് ക്വാളിഫയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, അതിന്റെ കണ്ടിന്യൂസ് ബാച്ചിലായാലും ഇപ്പോഴായാലും നമ്മൾ വിളിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ. അതൊരു നല്ല ഒരു ഇതായിരുന്നു. അതിൽ നിന്ന് നമുക്ക് പിന്നെ ആ കോവിഡ് സിറ്റുവേഷനിലോട്ട് പോയപ്പോഴാണ് അതിനൊരു ബ്രേക്ക് വന്നത്.
അങ്ങനെ പിന്നെ അതേപോലെ മിസ് മറ്റേ UHV ആക്ടിവിറ്റീസ് യൂണിവേഴ്സിറ്റിയിലുള്ള ആക്ടിവിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് വേറെ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ആ ഒരു എന്താ പറയുക വിർച്വൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ 2000 അതും ആ പീരീഡ് തന്നെയാണ് 2018 യൂണിവേഴ്സിറ്റിയിൽ തന്നെ വിർച്വൽ സെൻറ്റർ ഫോർ എൻജിനീയറിംഗ് ആൻഡ് എന്ന് പറഞ്ഞാൽ വിർച്വൽ സെൻറ്ററിൻ്റെ ചാർജ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പല പല വിർച്വൽ സെൻറ്റേഴ്സ് തുടങ്ങി പല ഫാക്കൽറ്റിയിൽ ഫോർ ബേസിക് സയൻസസ് അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ എൻജിനീയറിങ്ങിൻ്റെ ചാർജ് എന്ന് പറയുമ്പം ഒരു മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച്. ഇപ്പം നമ്മൾ എൻജിനീയറിങ്ങിലുള്ളവർ സിവിൽ എൻജിനീയറിങ്ങിൽ തന്നെ ചെയ്യുന്നു. അവരുടെ ലാബിൽ എന്തൊക്കെയുണ്ട്, മെക്കാനിക്കൽ അവർ തമ്മിൽ ഒരു ഇത് വരുന്നില്ല. സ്കൂൾ ഓഫ് എൻജിനീയറിങ്ങിലുള്ള പല ബ്രാഞ്ചസ് തമ്മിൽ പിന്നെയും അറിയാം. പക്ഷേ ഔട്ട്സൈഡ് സ്കൂൾ ഓഫ് എൻജിനീയറിങ്ങിൽ ഇപ്പം കെമിസ്ട്രിയിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ഫിസിക്സിൽ എന്തൊക്കെയുണ്ട്, നമുക്കതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പല പല ഫാക്കൽറ്റിയിൽ വിർച്വൽ സെൻറ്റേഴ്സ് വന്നു. 2018-19 തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൻ്റെ ഇതായിട്ട് വന്നു, ചാർജ് ആയിട്ട് വന്നു, ഡയറക്ടറായിട്ട് വന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ആ സമയത്ത് ചെയ്തു. ഏതൊക്കെയാണ് ഫാക്കൽറ്റീസ് തമ്മിലൊന്ന് മിങ്കിൾ ചെയ്യാനും റിസർച്ച് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ്സസ് എടുക്കാനും അങ്ങനെ ഒരു ഇത് കിട്ടി. അതെ, നമ്മളൊരു കോൺഫറൻസും കണ്ടക്ട് ചെയ്തു. അത് കോവിഡ് കഴിഞ്ഞിട്ട് അതെ ഓൺലൈനായിരുന്നു കോൺഫറൻസ് കണ്ടക്ട് ചെയ്തത് 21. അങ്ങനെ ഇപ്പം അതിൻ്റെ ആക്ടിവിറ്റി ഞാൻ കുറച്ച് ലീവൊക്കെ ആയിരുന്നുകൊണ്ട് അതിൻ്റെ ആക്ടിവിറ്റി അങ്ങനെ കാര്യമായി നടക്കുന്നില്ല. പിന്നെ ആ സമയത്ത് തന്നെ വന്ന വേറൊരു ഇതാണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട്. അതും കുറേ കുട്ടികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും അങ്ങനെ നമ്മൾ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് 2 പേര് കുട്ടികൾ തമ്മിലുള്ള ക്ലാഷസ് ഒക്കെ വന്ന് ആ കുട്ടികൾ പിന്നെയും നമ്മളെ അടുത്തോട്ട് സപ്പോർട്ടിന് വരികയും അവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റിയ അതൊക്കെ ശരിക്കും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ മാമിന്റെ ബയോ നോക്കാൻ നേരത്തെ അറൗണ്ട് 44ഓളം പബ്ലിക്കേഷൻസ് ആക്ച്വലി PhD ചെയ്യുന്ന സമയത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടല്ലോ, എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന PhD സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പബ്ലിക്കേഷൻസും പിന്നെ MTech തീസിസ് അവരുടെയും എല്ലാം ആ റിസർച്ച് ആക്ടിവിറ്റി അങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി PhD ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യുന്നത്. അത് കഴിയുമ്പം നമ്മുടെ സ്റ്റുഡൻസിൽ കൂടിയാണ് നമ്മുടെ റിസർച്ച്. അങ്ങനെ കുറച്ച് PhD സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം ആക്ച്വലി എനിക്ക് 3 സ്റ്റുഡൻസേ ഉള്ളൂ. 3 പേര് ഓൾറെഡി PhD തീസിസ് സബ്മിറ്റ് ചെയ്തു. ഒരാളുടെ തീസിസ് കഴിഞ്ഞിപ്പം റിപ്പോർട്ട് വരാനിരിക്കുന്നു. പിന്നെ ഉള്ളവർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ പബ്ലിക്കേഷൻസും അതിനെ ബേസ് ചെയ്ത് പല സ്ഥലങ്ങളിലും ടോക്ക് കൊടുക്കാൻ പോകാൻ പറ്റുകയും ഒക്കെ ചെയ്യാം. മെയിനായിട്ട് എൻ്റെ ടോപ്പിക് എപ്പോഴും ഹൗസിംഗ് ആണ്, അഫോർഡബിൾ ഹൗസിംഗ്, സസ്റ്റൈനബിൾ ഹൗസിംഗ് എന്നുള്ള ഇതാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന വർക്കും ആ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പം എൻ്റെ ആ PhDയെ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും പറ്റി. PhD എടുക്കാൻ നേരത്ത് ചിലർക്ക് ഒരു പേടിയുണ്ടല്ലോ മാം, ഇത് കണ്ടിന്യൂ മീൻസ് തീർക്കാൻ പറ്റുമോ? എൻ്റെ ഒരു സർക്കിളിലായാലും നമ്മൾ വേണോ വേണ്ടേ എടുത്ത പണിയാവോ? അതിനകത്തുള്ള ഒരു മെയിൻ പ്രശ്നം PhD ചെയ്യുന്നവർ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരെ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് ഉള്ള ഒരു അഭിപ്രായമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ടീച്ചേഴ്സ് മെയിൻലി PhD ചെയ്യുന്ന എൻ്റെ പ്രൊഫഷൻ അത് ആവശ്യമാണ്, എനിക്കൊരു പ്രൊഫസർ ലെവലിലോട്ടോ ഇപ്പോൾ പ്രൊമോഷൻ കിട്ടൂല. ഞങ്ങളൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് ഈവൻ BTech മതിയായിരുന്നു എന്നുണ്ടെങ്കിൽ ലേറ്റർ അത് MTech വേണമായിരുന്നു. ഇപ്പോൾ PhD ഇല്ലെങ്കിൽ പറ്റില്ല. നമുക്ക് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലെവലിലേ നിൽക്കാൻ പറ്റുള്ളൂ. അസോസിയേറ്റ് പ്രൊഫസറോ അങ്ങനെ ആവാൻ പറ്റൂല. അതും ഓരോ പ്രൊമോഷനും നമുക്ക് പബ്ലിക്കേഷൻസിൻ്റെ നമ്പർ വേണം. ഇതൊന്നും റിസർച്ച് ചെയ്യാതെ പറ്റൂല. അപ്പം അങ്ങനെ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് PhD ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് മുന്നോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാഷൻ അതാണ് മെയിൻലി. എന്ന് വെച്ചാൽ നമുക്കൊരു ഇതുമില്ല, ലിമിറ്റും ഒരു ഡെഡ് ലൈനും ഒന്നുമില്ല. നമ്മളൊരു MTech പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുവാണേലോ BTech പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുവാണേലോ ഇന്റേണൽ എക്സാം ഇന്ന ഡേറ്റ്, എൻഡ് സെമസ്റ്റർ എക്സാം ഇന്ന ഡേറ്റ്, വൈവ ഇന്ന്, അതിനെ ബേസ് ചെയ്തല്ലേ യൂഷ്വലി കുട്ടികൾ പഠിക്കുന്നത്. സ്വന്തമായിട്ടൊരു ഗോൾ ഫിക്സ് ചെയ്യുന്നില്ല. പക്ഷേ PhD അങ്ങനല്ല. അത് അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് എത്ര നാൾ വേണേലും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരാ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരും ആണ്. അതെ, അങ്ങനെ തന്നെ നമ്മൾ സ്റ്റുഡൻസിനോടും പറയുന്നതാണ്. ഇപ്പം എന്നോടൊക്കെ ഇപ്പം വന്ന് എനിക്ക് ശരിക്കും 8 പേരെ വരെയൊക്കെ എടുക്കാം, ഗൈഡ് ചെയ്യാൻ എടുക്കാം. ആദ്യമൊക്കെ എനിക്ക് 8 പേര് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ കൊഴിഞ്ഞുപോയി. പാർട്ട് ടൈം PhD ആണ് കൂടുതലും വരുന്നത്.
ടീച്ചേഴ്സ് ഇതുകൊണ്ട് തന്നെ ആർക്കിടെക്ട്സ് വന്നു 2 പേര് അതിനിടയ്ക്ക് ചെയ്യാൻ. അതൊക്കെ ആ PhD എന്നുള്ള പ്രൊഫഷനിലുള്ള ആ ഒരു ഡോക്ടർ എന്നുള്ള പേരിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മെയിൻലി ആർക്കിടെക്ട്സിനൊക്കെ എപ്പോഴും ബിസി ആയിരിക്കും, അവർക്ക് ആ ഒരു ഇതിലത് തീർക്കാൻ പറ്റൂല. അങ്ങനെ അവർക്ക് ഇട്ടിട്ട് പോകേണ്ടി വന്നു. പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലായതും ആക്ച്വലി 2006 ഞാൻ PhD കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പം ഇത്രയും വർഷം 18 വർഷമായെങ്കിൽ 4 PhD സ്റ്റുഡൻസ് ഒന്നും എനിക്ക് സ്കോളേഴ്സ് ഒന്നും വന്നാൽ പോരാ. അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും നമുക്ക് കൂടുതലുമല്ല പാർട്ട് ടൈം സ്റ്റുഡൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലാസ്റ്റ് ഇയർ തൊട്ട് പാർട്ട് ടൈം വേണ്ട, ഫുൾ ടൈം. അപ്പോൾ ഇപ്പോൾ ഉള്ളവർ ഫുൾ ടൈം സ്റ്റുഡൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗേറ്റിന്റെ കേസ് പറഞ്ഞപ്പോഴും പണ്ടത്തെ അത്രയും ഒരു ഇതില്ല. ഗേറ്റ് എന്ന് പറയാൻ നേരത്തെ കുട്ടികൾ ആ ഒരു ഇൻവോൾവ്മെന്റ് കൂടുതലും പുറത്തേക്ക് പോകാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പത്തിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഈ ഗേറ്റ് അല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്കും. അപ്പോൾ മിസ് എന്താ? അതെ, അതിനായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം പല ഓപ്പണിങ്സ് ഉണ്ട് കുട്ടികളുടെ മുമ്പിൽ. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കാണുന്നു പുറത്തുള്ള രാജ്യത്ത്. ഇപ്പം ഞാൻ ആദ്യം പറയാൻ തുടങ്ങി തന്നെ അതെനിക്കൊരു നല്ല എക്സ്പോഷർ ആയിരുന്നു, നന്നായി ഹെൽപ്പ് ചെയ്തു. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോഴൊക്കെ കുട്ടികളെ ഞാനത് എൻകറേജ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏത് കോളേജിലാണ് പോകുന്നത്, ഏത് കോഴ്സാണ് പോകുന്നത്, അങ്ങനെയൊന്നുമില്ല. UK അല്ലെങ്കിൽ ഓസ്ട്രേലിയയും പോകുന്നുണ്ട്, അതെ, കാനഡ, ഏതാ ചെയ്യുന്നതെന്ന് പോലും അറിയാതെ അവർക്ക് ഇവിടെ എന്തായാലും ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല, അവിടെ പോയാൽ ഏത് ജോലി വേണേ കിട്ടും, അങ്ങനെ കുറേ പേര് തിരിഞ്ഞു പോകുന്നുണ്ട്. ഗേറ്റ് കഴിഞ്ഞിട്ട് എന്താ, M.Tech ചെയ്തിട്ട് എന്താ, ഇവിടെ ജോബ് ഓപ്പണിങ്സ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫിയർ കുട്ടികൾക്കുണ്ട്. അത് തന്നെ ഗേറ്റിന്റെ ആ ഒരു ഇതിനെ കുറച്ചിട്ടുണ്ട്. അതെ 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 അതെ. പക്ഷേ അതൊരു എളുപ്പത്തിലുള്ള വഴിയായിട്ട് കണ്ടുകൊണ്ട് പോവാം. പിന്നെ ഇപ്പം പ്ലേസ്മെന്റ് ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല പ്ലേസ്മെന്റും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കൂടെ ആയിരിക്കും ഈ പുറത്തു പോകാനുള്ള ഇൻട്രസ്റ്റും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ കുറച്ച് നാള് ലീവായിരുന്നു. അതെ, ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഫെബ്രുവരി ഇപ്പം 1 year ആയി തൊട്ട് ഞാൻ ലീവായിരുന്നു. എനിക്ക് ഒരു ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞ ജനുവരിയിൽ. പെട്ടെന്നാണ് അങ്ങനെ. പിന്നെ ഗംഗാധരൻ ഡോക്ടർ ലേക്ക് ഷോറിലാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വേറൊരു കാര്യം പറയണം, എന്നാലേ അതിനെ ആ സിറ്റുവേഷനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റും. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ഇപ്പം നമ്മൾ NEP 2020 എന്ന് പറഞ്ഞ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അത് വെച്ചിട്ട് ഒരു പുതിയ കോഴ്സ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് BTech സ്റ്റുഡൻസിന്. BTech സ്റ്റുഡൻസിനെന്നല്ല, എല്ലാ പ്രൊഫഷണൽ സ്റ്റുഡൻസിനും. ACT അപ്രൂവ്ഡ് കോളേജസിൽ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അപ്രൂവ് ചെയ്ത്, ഇപ്പോൾ MCA ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത് ഹൗ ടു ഡു എങ്ങനെ ചെയ്യാം, വാട്ട് ടു ഡു, എന്ത് ചെയ്യണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. എന്ന് ഞാൻ ഹൗ ടു ഡു എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്, അല്ലേ? ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് എന്താണേലും സ്കില്ലാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ എന്തിനു വേണ്ടി ചെയ്യണം, എപ്പം എന്ത് ചെയ്യണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതെന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പം നമ്മുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ വാല്യൂസിൻ്റെ ഒരു കുറവ് എല്ലായിടത്തും നമ്മളിപ്പോൾ കാണുന്നില്ലേ, നമ്മുടെ പബ്ലിക് ലൈഫിൽ നോക്കിയാലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു മിസ്സിംഗ് ലിങ്ക് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ ACT അതിൻ്റെ സിലബസ് റിവിഷൻ, അവരുടെ എഞ്ചിനീയറിംഗ് കരിക്കുലം റിവൈസ് ചെയ്തപ്പം 2019 ഈ ഒരു കോഴ്സ് കൊണ്ടുവന്നു, യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കോളേജസിലേക്കും അതിൻ്റെ ഇൻറ്റിമേഷൻ പോയി, എല്ലാവരും തുടങ്ങണം. അപ്പം നമ്മൾ 2019 സിലബസ് റിവിഷനിൽ നമ്മളത് കൊണ്ടുവന്നു. 2 കോഴ്സസാണ്, UHV1 ഫോർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആൻഡ് UHV2 ഫോർ ദ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ്. ഇതൊരു കാര്യം പഠിപ്പിച്ചു തീർന്നു എന്നുള്ളതല്ല, ത്രൂ ഔട്ട് ദ ലൈഫ്. അതൊരു എന്താ പറയുക, ഒരു ലൈഫ് സ്റ്റൈലാണ്, അങ്ങനെ കൊണ്ടുവരണം. അപ്പം നമുക്കൊരു കോഴ്സ് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ടീച്ചേഴ്സിനൊക്കെ ആദ്യം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 day വർക്ക്ഷോപ്പ് റെസിഡൻഷ്യൽ പ്രോഗ്രാം പോലെ, അത് കഴിഞ്ഞ് ഒരു 8 day റെസിഡൻഷ്യൽ പ്രോഗ്രാം പോലെ നമ്മൾ. അപ്പം ഞാനത് അറ്റൻഡ് ചെയ്യുന്നത് 2018
മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ അതിന് മുന്നേയും ഈ പ്രോഗ്രാമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി എൻ്റെ മദർ പിന്നെ ബെഡ് റിഡൻ ആയിരുന്നു. അപ്പം അമ്മ അങ്ങനെ ആ സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് അതിന് മുന്നേ എന്നോട് പ്രിൻസിപ്പൽ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ, എവിടെയാണ്, തമിഴ്നാട്ടായിരുന്നെന്ന് തോന്നുന്നു, എന്തായാലും ഔട്ട്സൈഡ് കേരള. ഞാൻ പറഞ്ഞു എനിക്ക് പക്ഷേ കോഴ്സ് കണ്ടന്റ് ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് തോന്നി. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 2018 മൂന്നാർ വന്നപ്പം ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഭയങ്കര ഒരു ചേഞ്ചായിരുന്നു. നമ്മൾ എങ്ങനെ ലൈഫിനെ കാണണം, നമ്മൾ എങ്ങനെ ഓരോ സിറ്റുവേഷനിലും നമുക്ക് എങ്ങനെ അതിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയൊരു തിരിച്ചറിവ്. ആ ഒരു കറേജ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഈ അസുഖം വന്നപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പം ഞാൻ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തു. 3 ഡേ തിരിച്ച് വന്നു കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചുകൂടി നന്നായി എൻ്റെ വീട്ടിലെ സിറ്റുവേഷനും എൻ്റെ ആ സ്ട്രെസ് ലെവലും അതൊക്കെ കുറച്ചുകൂടി നന്നായി മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ ഇവിടെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2020 പിന്നെ 2019 പുതിയ ഇത് വന്നത്. അപ്പോൾ ഈ സിലബസ് റിവിഷനിലോട്ട് വന്നു ഒക്കെ കഴിഞ്ഞപ്പോൾ 2020 AICTE യൂണിവേഴ്സിറ്റിയോട് റിക്വസ്റ്റ് ചെയ്തു ഈ കോഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി കോർഡിനേറ്ററുടെ നെയിം സജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ പേര് അതിലേക്ക് സജസ്റ്റ് ചെയ്തു. ഞാൻ ഈ കോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ. അത് മാത്രമല്ല ഈ സ്റ്റുഡൻറ് ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റുഡൻറ് എംപവർമെൻറ്റ് കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം സ്റ്റുഡൻറ് ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഒരു 3 വീക്സ് പ്രോഗ്രാം ആക്കി മാറ്റി. അതിൽ UHV1 എന്ന് പറയുന്ന കോഴ്സ് 15 hours ഉണ്ട്. അതൊരു നോൺ ക്രെഡിറ്റ് കോഴ്സ്. അതിൻ്റെ കൂടെ പല പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതല്ലാണ്ട് പല പല മൊഡ്യൂൾസ് ഉണ്ട് ഈ 3 വീക്സിൽ. എന്ന് വെച്ചാൽ ഇത് കുട്ടികളുടെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. അവരവരുടെ വീട്ടിലുള്ള ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഒരു ഹോസ്റ്റലിലേക്ക് വരുമ്പോഴുള്ള ഫ്രീഡത്തിനെ അവരെങ്ങനെ യൂസ് ചെയ്യുന്നു, അത് തന്നെയാണ് മിക്കവാറും കുട്ടികൾക്കും പല പല പ്രോബ്ലത്തിലേക്കും എത്തുന്നത്. അപ്പം ആ ഒരു ഇതിൽ വരാതെ എന്നുള്ള ഇത് വെച്ചിട്ടാണ് നല്ല ഒരു ഐഡിയ ഒക്കെ ആയിരുന്നു അങ്ങനെ കൊണ്ടുവന്നു. അപ്പം നമ്മൾ ആ ഒരു 3 വീക്സ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. പക്ഷെ അപ്പോഴും നമുക്ക് UHVയെ പറ്റി വലിയ ഐഡിയ ഇല്ല. ക്ലാസ്സസ് എടുക്കുന്നതും ഒന്നും, ആകെ ഈ 3 days കോഴ്സല്ലേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സിന് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ മാർച്ച് തൊട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ ആ മാർച്ചിൽ കോവിഡ് വന്നു, ഒന്നും നടന്നില്ല. പക്ഷേ മെയിൽ തൊട്ട് AICTE ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങി. നമ്മൾ ലോക്ക്ഡൗൺ ആയി വീട്ടിലിരിക്കുന്ന സമയം. അപ്പോൾ അതെനിക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഒന്നും ചെയ്യാനില്ല, വീട്ടിലിരിക്കുക. അപ്പോൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഒരു 3 ഡേക്ക് പകരം 5 ഡേ ഓൺലൈൻ വർക്ക്ഷോപ്പ്. അപ്പോൾ പിന്നെ അങ്ങനെ അപ്പം തൊട്ടങ്ങ് UHV ആക്ടിവിറ്റീവായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ അത് ശരിക്കും നന്നായി ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ ആ കോഴ്സ് നമ്മൾ വന്നു. പിന്നെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് ആ കോഴ്സ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പോഴും ഞാൻ ആ UHV ആക്ടിവിറ്റി ആയിട്ട് പോവാം. ഈവൻ എനിക്ക് ഈ അസുഖം വന്നപ്പോൾ തന്നെ എന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ആദ്യമേ തന്നെ നമുക്ക് ഒരു ക്യാൻസറാണ് ഡോക്ടേഴ്സിന് പറയാനൊന്നും പ്രശ്നമില്ല. നേരെ മുഖത്തോട്ട് പറയുമ്പം അതെങ്ങനെ നമ്മൾ എടുക്കുന്നു, ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, എസ്പെഷ്യലി നമ്മൾ മാത്രമല്ല നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഒരു റിയാക്ഷൻ അവരെ ഒത്തിരി എഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ എന്നോട് ആ ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ അങ്ങ് നോർമലായി എന്നല്ല, കുറച്ച് നേരം എനിക്ക് ഒരു അയ്യോ എന്ന് തോന്നി. എങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ എന്നെ UHV നന്നായി ഹെൽപ്പ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. എനിക്ക് എന്തായാലും ട്രീറ്റ്മെൻറ്റ് വേണം. അസുഖം വന്നു എന്ന് പറഞ്ഞ കാര്യമില്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റ് അപ്പം നമ്മൾ ഗംഗാധരൻ ഡോക്ടറെ തന്നെ കണ്ടതുകൊണ്ട് അത് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെയും ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആ കീമോ ചെയ്യുമ്പം ആക്ച്വലി ഒരു 3 വീക്സ് ഗ്യാപ്പ് ഉണ്ട് ഓരോ കീമോയുടെയും. അതിന് ഒത്തിരി സൈഡ് ഇഫക്ട്സും ഉണ്ട്, ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചേ എൻ്റെ മനസ്സിനെ എനിക്ക് സ്റ്റേബിളായിട്ട് നിർത്തിയാൽ മാത്രമേ എൻ്റെ ബോഡിയുടെ ഹെൽത്ത് എനിക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ച് തന്നെ ഞാൻ ആ UHVയുടെ ആക്ച്വലി ഓൺലൈൻ ഫാക്കൽറ്റി ട്രെയിനിങ് വർക്ക്ഷോപ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ആക്റ്റീവായിട്ട് തന്നെ ക്ലാസ്സസ് എടുക്കാനും ഈ പീരീഡിലൊക്കെ. അപ്പോൾ കണ്ടിന്യൂസ്ലി ത്രൂഔട്ട് മൈ ട്രീറ്റ്മെൻറ്റ് ഐ വാസ് ഏബിൾ ടു കീപ് മീ ആക്റ്റീവ്ലി. അതൊരു വലുതായിട്ട് ഹെൽപ്പ് ചെയ്തു. അതും ഈ പെർട്ടിക്കുലർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതാണ്.
പക്ഷെ ഇപ്പൊ അത് കുട്ടികൾക്ക് എന്തിന് ഇത്രയും വലിയ കുട്ടികൾക്ക് മോറൽ വാല്യൂസ് ക്ലാസ്സസ് പഠിപ്പിക്കുന്ന പോലെ എന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന മോറൽ ക്ലാസ്സസ് പോലെയല്ല, അത് ആക്ച്വലി ഡൂസ് ആൻഡ് ഡോൺസ് അല്ലേ. ഓരോ ഗുണപാഠ കഥ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താൽ നന്നാവും, ഇങ്ങനെ ചെയ്യാൻ. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും അത് ഇഷ്ടമില്ല. ഇതിലെല്ലാം ഓരോ പ്രൊപ്പോസൽസ് ആയിട്ടാണ്. ആ പ്രൊപ്പോസൽസിനെ നമുക്ക് തന്നെ വെരിഫൈ ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അപ്പം അതൊരു സെൽഫ് എക്സ്പ്ലോറേഷൻ പ്രോസസ്സാണ്. കുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു റിലീജിയനുമായിട്ടും കണക്ട് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പം അത് ഒരു റിലീജിയനെയും കണക്ട് ചെയ്യാതെ എത്ര മനോഹരമായിട്ട് ഈ കണ്ടന്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതൊരു വലിയൊരു എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് പേരുണ്ട്, പിന്നെ കേരള ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് UHVയുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാവരും ഫാക്കൽറ്റി മെമ്പേഴ്സാണ്. ഞങ്ങളുടെ കൂടെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കുട്ടനാട് ക്യാമ്പസിലെ സുനിൽകുമാർ സാറുണ്ട്. സാറ് കുറേ അധികം ഓഫ്ലൈൻ വർക്ക്ഷോപ്സ് ചെന്നൈയിൽ, ബാംഗ്ലൂർ, എനിക്കിതൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. കേരളത്തിൽ തന്നെ പല കോളേജിൽ, ഇപ്പോൾ TKMൽ, മാർ ബെസിലിയോസ്, അതൊക്കെ ഓട്ടോണോമസ് ആയ അവരൊക്കെ ഈ സിലബസ് കൊണ്ടുവന്നു. K2വിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ആദിശങ്കരിയിൽ അടുത്ത ആഴ്ച ഓഫ്ലൈൻ വർക്ക്ഷോപ്പിന്, അത് അടുത്ത ആയതുകൊണ്ട് 3 day വർക്ക്ഷോപ്പിൽ ക്ലാസ് എടുക്കാൻ പോവാനായിട്ട്. അങ്ങനെ അതുപോലെ തന്നെ KMEയിലും ഉണ്ടായിരുന്നു ഒക്ടോബറിൽ. അങ്ങനെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും അവർക്ക് ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ ചേഞ്ച് ആവുകയാണ്. അപ്പം ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും കുട്ടികളെ എങ്ങനെ മെൻറ്റർ ചെയ്യണം, എന്താണ് അവർക്ക് ആവശ്യം, അതിനെപ്പറ്റി നമ്മൾ യൂഷ്വലി ആലോചിക്കാറില്ല. കാര്യമില്ലല്ലോ. ഞാനിവിടെ ടീച്ചിങ് പ്രൊഫഷനിൽ ജോയിൻ ചെയ്തപ്പോഴും എനിക്ക് എപ്പോഴും തോന്നിയിരുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ പഠിപ്പിക്കുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്, എനിക്ക് കുട്ടികളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, എന്തോ ഒരു കാര്യം മിസ്സാവുന്നുണ്ടല്ലോ. ശരിക്കും അതിനുള്ള ഒരു ആൻസർ ആയിരുന്നു UHV എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഫാമിലി വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തു മലയാളത്തിൽ, നമ്മുടെ കോമൺ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അത് ഒത്തിരി പേര് പല പ്രൊഫഷനിൽ നിന്നുള്ളവരൊക്കെ ജോയിൻ ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു അഡ്വക്കേറ്റ് ജോയിൻ ചെയ്തു, പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ ജോയിൻ, പിന്നെ വീട്ടമ്മമാർ ജോയിൻ ചെയ്തു. അങ്ങനെ അത് ആദ്യത്തെ ദിവസം ഒരു 90 പേരുണ്ടായിരുന്നു ഓൺലൈനിൽ. പിന്നെ അത് കുറഞ്ഞു അവസാനമായപ്പോൾ ഒരു 35 അവരൊരു ആക്റ്റീവായിട്ട് പലരും അവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. മാം ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് മാമിൻ്റെ BTech തുടങ്ങിയ തൊട്ട് നോർമലി പലരും പല സമയത്തും ഡ്രോപ്പ് ചെയ്യണ സ്ഥലത്ത് മിസ്സ് പിന്നെയും സ്റ്റാൻഡ് ലോൺ ചെയ്ത് മുമ്പോട്ടേക്ക് പോയി ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഈ അസുഖം വന്നപ്പോൾ പോലും മിസ്സ് അവിടുന്നൊരു എന്താ ഇപ്പോൾ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നെന്ന് പറഞ്ഞ പോലെ ഇനി മിസ്സിനും ഒരുപാട് പ്ലാൻസ് മുമ്പിലുണ്ടാവും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ചെയ്യാനില്ല, അങ്ങനെ എന്തെങ്കിലും? അതെ, ആക്ച്വലി അതിനകത്ത് എനിക്ക് മെയിനായിട്ട് കാണുന്ന ഒരു റോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ UHV തന്നെയാണ്, യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്. പക്ഷേ എൻ്റെ റിസർച്ച് ഇൻട്രസ്റ്റിനെയും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ റിസർച്ച് ആപ്റ്റ്യൂഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസിംഗ് ആണ്. അതിനകത്ത് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ട്. ആ സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റ് തന്നെ കാണുന്ന, നമ്മളെപ്പോഴും സസ്റ്റൈനബിലിറ്റി എന്ന് കേൾക്കുമ്പോൾ ഗ്രീൻ എൻവയോൺമെൻറ്റ് എന്നേ കാണുന്നുള്ളൂ. അപ്പോൾ ശരിക്കും അത് എൻവയോൺമെൻറ്റ് മാത്രമല്ല, സസ്റ്റൈനബിൾ എന്ന് പറയുമ്പം യൂഷ്വലി ഒരു 3P കൺസെപ്റ്റാണ്. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ്. 3P കൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിൽ യൂഷ്വലി ഗ്രീൻ ബിൽഡിങ്സ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ആ പ്ലാനറ്റിനെ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം തന്നെ നമുക്കറിയാം എല്ലാവരും ഗ്രീൻ ബിൽഡിങ്സ് പ്രൊമോട്ട് ചെയ്യുന്നു, പക്ഷേ സാധാരണ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പം പിന്നെ അത് ഉദ്ദേശിക്കുന്ന പ്രയോജനത്തിലേക്ക് എത്തുന്നില്ല. നമ്മുടെ സോളാർ പാനൽസ് ഒക്കെ ആണെങ്കിൽ തന്നെയും എത്ര പേർക്ക് ഒരു പേ ബാക്ക് പീരീഡ് ഉണ്ട്. അതിനെപ്പറ്റി ആലോചിച്ച് എത്ര പേർക്ക് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പം നമുക്ക് ടെക്നോളജീനെ എങ്ങനെ സസ്റ്റൈനബിൾ ആക്കാം എന്നുണ്ടെങ്കിൽ അവിടെ അഫോർഡബിലിറ്റിയുടെ കാര്യം നോക്കണം. അതിനനുസരിച്ച് ടെക്നോളജി ഇമ്പ്രൂവ് ആകണം. പിന്നെ ആൾക്കാരുടെ അക്സെപ്റ്റൻസ്. അപ്പോൾ എൻ്റെ റിസർച്ച് ഏരിയ അതിലാണ്. വേസ്റ്റ് മെറ്റീരിയൽ യൂട്ടിലൈസേഷനും നേരത്തെ പറഞ്ഞ പോലെ സിമെൻറ്റ് റീപ്ലേസ്മെൻറ്റും റിസർച്ച് ആക്ടിവിറ്റീസ് മുമ്പോട്ട് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസിൻ്റെ ഇതിൽ എല്ലാവരെയും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള ആ രീതിയിൽ. എന്ന് വെച്ചാൽ അതെന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എൻ്റെ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാനും, ഈവൻ അതിന് ഒത്തിരി മുമ്പേ തന്നെ പല കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസൈറ്റ് വെച്ചിട്ട് അതിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്.
അതെല്ലാം നടക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ആയാലും മീൻസ് ഒരു ബേസിക്കലി ബിടെക് ഇല്ലേ എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആണ് നമ്മുടെ ഓഡിയൻസ്. അപ്പോൾ അവർക്ക് മിസ് എന്താണ്, അവരോട് എന്താ കൺവേ ചെയ്യാനുള്ളത്? ഇല്ലേ കോമ്പറ്റേറ്റീവ് എക്സാംസ് നോക്കുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവരോട് മിസ്സിന് എന്താണ്? അതെ, അത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു UHVD ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുവാണെങ്കിൽ നമ്മൾ കോമ്പറ്റീഷൻ നന്നല്ല എന്നാണ് പറയുന്നത്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മുടെ ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കും, അല്ലെ? ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ല. പക്ഷേ നമ്മൾ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. അപ്പം നമുക്ക് എങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ എക്സലൻസ് എന്നുള്ള ഒരു ജേർണിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവനെയും നമ്മൾ പൊക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കും. ഇപ്പം നമ്മൾ യൂഷ്വലി കാണുന്ന ബിടെക് സ്റ്റുഡൻസിനിടയിൽ കാണുന്ന കമ്പൈൻ സ്റ്റഡി ആണ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. അതിനിടയിൽ ഒരു കോമ്പറ്റീഷൻ വന്നാലാണ് അവിടെ പ്രോബ്ലം ആകുന്നത്. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, all of you need to try for, all of us എന്ന് തന്നെ പറയാം, need to try for excellence, not for competition. ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത്രയും നേരം നമ്മളൊപ്പം മിസ്സിൻ്റെ അനുഭവങ്ങൾ അതിന് വലിയൊരു, എനിക്ക് ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഇത് കേൾക്കണവർക്കായാലും ഒരുപാട് ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ ഇനിയും ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ മിസ് ചെയ്യട്ടെ. അത് കാണാനും മീൻസ് ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ അതൊക്കെ വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് ഈ ലോകത്തുണ്ടാവട്ടെ. മിസ്സിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു അനിത്. എന്തായാലും എനിക്കും ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നിങ്ങളുടെ കൂടെ അന്ന് ഗേറ്റ് കോച്ചിങ്ങിൻ്റെ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റിയതുമൊക്കെ, അതും എല്ലാം നല്ല നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത്രയും കുട്ടികൾക്ക് അത് നല്ല ഫീഡ്ബാക്കും ആയിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു അവസരം എനിക്കിവിടെ തന്നതിൽ എല്ലാവർക്കും താങ്ക്സ്.